കഥയുടെ പേര് കറുത്ത തൂവലും പഞ്ഞിക്കെട്ടും. രാക്കാറ്റിൻ്റെ ഈണം നിലച്ചു. ഇപ്പോൾ കുളിരു മാത്രം. അകലെ നിന്നും കോടമഞ്ഞ് ഒഴുകി അരികിലെത്തും മുമ്പ് എനിക്ക് യാത്രയാവണം. കരിയിലകൾ മഞ്ഞിൻ നനവേറ്റ് കുതിർന്നുറങ്ങുന്ന ഈ വേളയിൽ ഇത്തിരി ചൂടിനായി കൊതിക്കുന്ന മനസ്സേ, നിനക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാം. പക്ഷേ കേൾക്കാനൊരു സുഖം വേണമെങ്കിൽ നീ നിന്നെ മറക്കണം, എന്നെ നീ തോൽപ്പിക്കണം. പകിടകളി പോലെ, കണ്ണടച്ച് കുട്ടികൾ തൊട്ട് കളിക്കും പോലെ, കാൽച്ചങ്ങല പൊട്ടിക്കുവാൻ ഭ്രാന്തൻ കൊതിക്കും പോലെ. എല്ലാം എനിക്കറിയാം, ഒത്തിരി അനുഭവിച്ചു, പലതും കണ്ടു. നിന്നെ മാത്രമല്ല, വെളുത്ത നിറത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റ് നിറങ്ങൾ സ്വന്തമാക്കാൻ കൊതിച്ച ഇരുൾ പോലെ അലയുന്ന എന്നെയും ഞാൻ കണ്ടു. ഞാൻ നിലക്കണ്ണാടിയിൽ നോക്കി. രൂപം പ്രതിരൂപമായപ്പോൾ പതിയെ പറഞ്ഞു, ആനി, നീ വരൂ. മടിയുണ്ടെങ്കിൽ വേണ്ട, ഞാൻ കാത്തിരിക്കാം. പറഞ്ഞു തീർന്നതും കിളി ചിലച്ചു. അല്പം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ഒഴുകിയകലുന്ന സ്വപ്നങ്ങൾ ആകാശഗോപുരത്തിൽ സൂര്യനെ മറയ്ക്കാൻ കൊതിക്കുമ്പോൾ ആനി, നീ മാത്രം ഒന്നും മിണ്ടാത്തതെന്ത്? ഇത്തിരി ഉത്തരത്തിനായി കാത്തപ്പോൾ മഹാഗണിയുടെ മുകളിലത്തെ ശാഖയിലിരുന്ന് ഒരു പക്ഷി തൻ്റെ കറുത്ത തൂവലുകൾ പൊഴിച്ചു. അന്നേരം ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് പഞ്ഞിക്കെട്ടുകൾ ഒഴുകി വന്നു. ഇളങ്കാറ്റിൽ അലസനൃത്തമാടിയ തൂവലുകളിൽ ചിലത് പഞ്ഞിക്കെട്ടുകളുമായി ആലിംഗനത്തിൽ അമരുന്നതും ഇണചേർന്ന് ഒന്നായി തെന്നി അകലുന്നതും നോക്കി നിന്നപ്പോൾ മൂങ്ങയുടെ മൂളൽ കേട്ടു. ഇരുളിൻ്റെ ഇടനാഴികളിലൂടെ അവ കടന്നുപോയപ്പോൾ കുറുനരികൾ ഓലിയിടുന്നതും കരിമ്പൂച്ചകൾ ചീറ്റുന്നതും കേട്ടു. നൂൽപ്പാലത്തിൻ്റെ ശക്തി ഒരിക്കൽ കൂടി പരീക്ഷിക്കുവാനുള്ള ആഗ്രഹമായിരുന്നു മനസ്സിലപ്പോഴും. ഇരുളിൻ്റെ കുമിളകളിൽ ഒരു പ്രകാശധാരയായി മാറുവാൻ ഞാൻ കൊതിച്ചു. അയയിൽ തൂങ്ങിക്കിടന്ന ആനിയുടെ വെളുത്ത നിശാവസ്ത്രത്തിൽ അങ്ങിങ്ങായി ചുവന്ന രക്തക്കറകൾ. ആ നനവിലെ രസം നുണയുവാനായി കറുത്ത ഉറുമ്പുകൾ വരിതെറ്റാതെ അയയിലൂടെ നീങ്ങുന്നു. മൂങ്ങയുടെ മൂളൽ മനസ്സിൽ അസ്വസ്ഥത ജനിപ്പിച്ചു. ആ ശല്യത്തെ വിരട്ടി ഓടിക്കുവാനായി തിരയുന്നതിനിടയിൽ ആനിയെ കണ്ടു. അവളുടെ ചെമ്പിച്ച മുടിയിൽ മുല്ലപ്പൂവുകൾ. ചുണ്ടിൽ ചിരി വരുത്തി ചോദിച്ചു, നിന്റെ പിണക്കം ഇതുവരെ തീർന്നില്ലേ? മറുപടിയായി അവൾ കണ്ണുകൾ അടച്ചപ്പോൾ മുല്ലപ്പൂവുകൾ വാടി വീണു. അവൾ പറഞ്ഞു, തോമസ്, പ്ലീസ് എന്നെ മറന്നേക്കൂ. കൂടുതൽ കേൾക്കുവാൻ നിന്നില്ല. മൂടൽ മഞ്ഞ് പോലെ ലക്ഷ്യമില്ലാതെ ഞാൻ തെന്നിയകുന്നു. എൻ്റെ ഭാരം തീർത്തും ഇല്ലാതായതുപോലെ. വർണ്ണ സ്വപ്നങ്ങൾ കരിവാളിക്കുന്നതും കറുത്ത മുത്തുകൾ നക്ഷത്രങ്ങളാകുന്നതും കാർമേഘം മയിലുകളോട് കിന്നാരം ചൊല്ലുന്നതും സൂര്യൻ നക്ഷത്രങ്ങളോട് കള്ളം പറയുന്നതും മാനുകൾ കുറുനരികളോട് ഇരുളിൻ്റെ ഗർഭസ്ഥാനം തേടി വരാൻ ആവശ്യപ്പെടുന്നതും ഞാൻ നോക്കി നിന്നു. അവൾ കൊതിക്കും മുമ്പ് ഞാൻ മറഞ്ഞു. അന്നേരം അവളെൻ്റെ പേര് ഉറക്കെ വിളിച്ചു. പിന്നെന്തോ പറയുവാൻ മുതിരും മുമ്പ് കാണാമറയത്ത് നിന്ന് ഞാൻ പറഞ്ഞു, ആനി, നീ ചൊല്ലും മുമ്പ് നിന്റെ ചിന്തകൾ ഞാൻ അറിയും. നിന്റെ വികാരം അനിയന്ത്രിതമാകുമ്പോൾ പൂമ്പാറ്റയായി വന്ന് നിന്റെ സ്ഥലത്തിലെ മാധുര്യം ഞാൻ നുണയും. നീ കരയരുത്, പോകുവാൻ എനിക്ക് സമയമായി. മൺചരാതിലെ വെളിച്ചത്തിൽ നമ്മൾ പരിചയപ്പെട്ടതും പകൽവട്ടത്തിൽ പിണക്കം നടിച്ചതും എൻ്റെ മരണത്തിന് നീ കൊതിച്ചതും എല്ലാം ഞാൻ മറക്കുന്നു. എല്ലാം എല്ലാം. ആനി, നീ ഇനി സ്വതന്ത്ര. അവൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. ഉടുത്തിരുന്ന സാരിയുടെ ചുളിവുകൾ ശരിയാക്കി അരികിലായി തളർന്നുറങ്ങുന്ന പ്രശാന്തിനെ വിളിച്ചുണർത്തി. അയാൾ അവളെ തലോടി. അതിലവൾ ആശ്വാസം കണ്ടെത്തി. അവൾ ഉറങ്ങി. നിദ്ര, സുഖനിദ്ര. പ്രശാന്ത് കിടക്കിൽ നിന്നും എഴുന്നേറ്റ് വിളക്കുകൾ തെളിച്ചു. പൊടുന്നനെ ജനാലകൾ തുറന്നു. ഭയന്ന് വിറച്ച് ഇടറിയ സ്വരത്തിൽ അയാൾ ചോദിച്ചു, ആരാ? മറുപടിയായി ജനാലകൾ അടഞ്ഞു. അല്പം കഴിഞ്ഞ് പതിയെ തുറന്നു. പാലപ്പൂവിൻ്റെ ഗന്ധം പേറിയ കാറ്റ് അകത്തേക്ക് ഇരച്ചു കയറി.
കാറ്റ് അയാളുടെ കാതിൽ മന്ത്രിച്ചു. പേടിക്കണ്ട, ഞാൻ തോമസ്. പറഞ്ഞു തീരും മുമ്പ് വിളക്കുകൾ കെട്ടു. ആകാശത്ത് ഇടിമുഴങ്ങി. മിന്നൽ വെളിച്ചത്തിൽ ഭൂമുഖം വിളറി. പ്രശാന്ത് സ്തബ്ധനായി. താനൊരു അപ്പൂപ്പൻ താടി പോലെ ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് പോവുകയല്ലേ എന്ന് അയാൾക്ക് തോന്നി. മഹാഗണിയുടെ ചൂട്ടിലോട്ടും അവിടെ നിന്ന് കള്ളിപ്പാലയുടെ സമീപത്തേക്കും അയാൾ പറന്നു ചെന്നു. ലക്ഷ്യമില്ലാത്ത അലച്ചിലിൽ ഇടത്താവളത്തിന് കൊതിച്ചപ്പോൾ കടൽ തീരത്തെ പഞ്ചാരമണലിൽ നഗ്നയായി മലർന്നു കിടക്കുന്ന ആനിക്ക് ചെറിപ്പഴങ്ങൾ സമ്മാനിക്കുന്ന എന്നെ അയാൾ കണ്ടു.